ചിതറിത്തെറിച്ച മനുഷ്യ ശരീരങ്ങൾ, ചോരയൊലിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ഉറ്റവരെ തിരഞ്ഞു നടക്കുന്ന ബന്ധുക്കൾ, രോഗികളെ കൊണ്ട് നിറഞ്ഞ ആശുപത്രികൾ. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയുടെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ നടത്തുന്നത്. 8 ദിവസത്തിനിടെ 5 സ്കൂളുകൾ ഇസ്രായേൽ അധിനിവേശ സേന ആക്രമിച്ചു. ഈ സ്കൂളുകളിൽ അഭയം പ്രാപിച്ചിരുന്ന നിരവധി പേർ ബോംബുകളും മിസൈലുകളുമേറ്റ് കൊല്ലപ്പെട്ടു. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ഒന്നും ചികിത്സിക്കാൻ ഗസയിൽ പര്യാപ്തമായ സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് മറ്റൊരു സങ്കട കാഴ്ച. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അബു ഒറൈബാൻ സ്കൂളിന് നേരെ ഞായറാഴ്ച നടത്തിയ ആക്രമണമാണ് അവസാനത്തെ കൂട്ടക്കൊല. സംഭവത്തിൽ 17 പേർ കൊല്ലപ്പെടുകയും 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഇരകളിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്ന് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നു. പരിക്കേറ്റവരെ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ് കുട്ടികളും സ്ത്രീകളും ആശുപത്രി തറയിൽ കിടന്ന് വേദന കൊണ്ട് നിലവിളിക്കുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി നടത്തുന്ന അൽ ജൗനി സ്കൂളിന് നേരെ ജൂലൈ 6-ന് ആക്രമണം ഉണ്ടായിരുന്നു. ജൂലൈ 9-ന് ഖാൻ യൂനിസിലെ അൽ ഔദ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിന് ശേഷം ഗസ സിറ്റിയിൽ ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഹോളി ഫാമിലി സ്കൂളിന് നേരെയും ആക്രമണമുണ്ടായി. ഇതിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ എല്ലാ ദിവസവും എല്ലായിടത്തും കൂട്ടക്കൊലകൾ നടമാടുകയാണെന്ന് ബ്രിട്ടനിലെ ഫലസ്തീൻ അംബാസഡർ ഹുസാം സോംലോത്ത് പറഞ്ഞു. ഇസ്രായേലിനെ ശിക്ഷിക്കാത്തതിൻ്റെയും അന്താരാഷ്ട്ര നിസ്സംഗതയുടെയും ഫലമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. അഭയാർത്ഥികൾ കഴിയുന്ന സ്കൂളിന് നേരെയുള്ള ആക്രമണം പാശ്ചാത്യ ലോകത്തിൻ്റെ ഇരുണ്ടതും മറഞ്ഞിരിക്കുന്നതുമായ സ്വഭാവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി കുറ്റപ്പെടുത്തി. അധിനിവേശം, കൂട്ടക്കൊല, കൊലപാതകം, അക്രമം, കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക, ഫലസ്തീൻ വീടുകൾ തകർക്കുക എന്നിവയിലൂടെ ജനിച്ച ഒരു രാജ്യത്തിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റം പ്രതീക്ഷിക്കാവുന്നതല്ല. കുറ്റകൃത്യത്താലും കൊലപാതകത്താലുമാണ് ആ രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ധാർമ്മികതയുടെയും നിയമത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും വക്താക്കളെന്ന് അവകാശപ്പെടുന്ന യൂറോപ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിശബ്ദത പുലർത്തുകയും നിഷ്ക്രിയത്വം പാലിക്കുകയുമാണ്. അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാവുന്നു. യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയാണ്. ഇതോടൊപ്പം അവരുടെ ധാർമ്മികതയും മാനുഷിക അന്തസ്സും നഷ്ടപ്പെടുന്നുവെന്നും നാസർ കനാനി പറഞ്ഞു. ഹമാസ് പോരാളികൾ താവളമാക്കിയതിനാലാണ് സ്കൂളുകളെ ആക്രമിക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വാദം. എന്നാൽ ഇതിന് തെളിവൊന്നും ഹാജരാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. ഈ കൂട്ടക്കൊലകളിൽ അധികവും കൊല്ലപ്പെടുത്തുന്ന സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് മറ്റൊരു വസ്തുത. ഒക്ടോബർ 7-ന് ശേഷം ഏകദേശം 400ഓളം സ്കൂളുകൾ ഇസ്രായേൽ സൈന്യം തകർത്തുവെന്നാണ് കണക്ക്. കുടിയിറക്കപ്പെട്ട ഫലസ്തീനികൾ അഭയം തേടിയ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ സ്കൂളുകൾ. ഗസയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ 88% ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. 6.2 ലക്ഷം കുട്ടികൾക്ക് നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ്. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്.